തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ വ്യാപകമായി അവയവ കച്ചവടം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അവയവ കച്ചവടത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു. ദാരിദ്ര്യം മുതലെടുത്ത് നടത്തിയ അവയവ കച്ചവടത്തിന്റെ ഇരകളായത് 7 പേരാണെന്നും CA ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പരാതി എന്ന് പറഞ്ഞാലേ ഇവിടെ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 14, 13, 15 വാർഡുകൾ, ഈ വാർഡുകൾ കേന്ദ്രീകരിച്ചിട്ട് വൃക്ക മാഫിയയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഈ വൃക്ക മാഫിയ ഉന്നമിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ഈ ആൾക്കാരെ സമീപിച്ച് സംസാരിച്ചു. നമ്മൾ ഒരു പരാതി നമ്മുടെ സംഘടനയുടെ പേരിൽ, സ്വാതന്ത്ര്യ ജീവകാരണ സമിതിയുടെ പേരിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കഴിഞ്ഞ നവംബറിൽ പരാതി കൊടുത്തു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിമേ പോലീസ് അന്വേഷണത്തിന് വന്നു. പോലീസിന് ഞാൻ മൊഴി കൊടുത്തു, പോലീസിന് ബന്ധപ്പെട്ട രേഖകൾ കൊടുത്തു. ഈ വൃക്ക കൊടുത്ത ആൾക്കാരെ വിലാസങ്ങളൊക്കെ കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു. അതിൽ 1-2 ആൾക്കാരെ പോലീസ് വിളിച്ച് സംസാരിച്ചു. പിന്നീട് അവർ എന്നെ കാണാനും വന്നു. നിങ്ങളിങ്ങനെ കൊടുത്തു, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അന്വേഷണം അവിടെ നിൽക്കുകയും ചെയ്തു. അന്വേഷണം പിന്നെ മുന്നോട്ട് പോയില്ല. അതായത് ഈ വൃക്ക കച്ചവടത്തിൻ്റെ മാഫിയകളുടെ അടുത്തേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ഇത് തീർത്തും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും ഞെട്ടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കുറേ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ദരിദ്രരെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട് അവയവ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു പഞ്ചായത്തിൽ 7 പേരുടെ അവയവം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത് എങ്ങനെയാണ്, ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, പരാതികൾ എന്തൊക്കെയാണ്? ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലുള്ള 7 പേരാണ് അവയവദാനം നടത്തിയതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ദാരിദ്ര്യം മുതലെടുത്തുകൊണ്ട്, അതായത് സ്ത്രീകളാണ് തീർത്തും ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെയാണ് ഇവർ ബന്ധപ്പെടുന്നത്. അങ്ങനെ സ്ത്രീകളെ ബന്ധപ്പെട്ടുകൊണ്ട് വൃക്കയും കരളും ദാനം ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അവർക്ക് പണം നൽകിക്കൊണ്ട് ഈ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിന് ഇടനിലക്കാരുണ്ട്. ഈ ഇടനിലക്കാർ മുഖേനയാണ് ഇത്തരത്തിലുള്ള കച്ചവടമെല്ലാം തന്നെ നടക്കുന്നതെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സാന്ത്വനം എന്ന് പറയുന്ന ജീവകാരുണ്യ സംഘടനയുടെ പേരിൽ നേരത്തെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത്. പക്ഷേ അതിൽ കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആ പോലീസ് അന്വേഷണം ആരംഭിച്ച സമയത്ത് ഈ ബാബുവിൻ്റെ തന്നെ മൊഴിയെടുത്തിരുന്നു. പക്ഷേ അന്ന് കുറേ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരൊക്കെയാണ് ഇത് ദാനം ചെയ്തത്, പണം വാങ്ങിക്കൊണ്ട് ദാനം ചെയ്തതെന്നുൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ആ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പിന്നീട് യാതൊരു വിധത്തിലുള്ള ആ സെപ്റ്റംബറിൽ ആ പരാതി നൽകി അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അന്വേഷണം ആരംഭിക്കുന്നതും ആ അന്വേഷണം നടത്തി പിന്നീട് കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല എന്നാണ് പറയുന്നത്. 10 ലക്ഷം രൂപ